എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഴക്കാലമൊക്കെ തുടങ്ങി എല്ലാവർക്കും പനി ചുമയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ ആൾക്കാർക്ക് അറിയാവുന്നല്ലേ, പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയല്ല, ഒരു മരുന്ന് പോലെ, ചുക്ക് കാപ്പി എന്നൊക്കെ പറയുന്നില്ലേ. കുറേ ആൾക്കാർക്ക് ഇത് അറിയാത്തവരായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ. അപ്പോൾ കുറേ പേരിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് പൊടിയൊക്കെ വാങ്ങിച്ച് ചെയ്യാറുണ്ട്, ചുക്കൊക്കെ പൊടിച്ച്. അപ്പോൾ ഈ ചുക്കൊന്നും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ചുക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ ചെയ്യുന്നൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട, വേഗം പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് കണക്കാക്കി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഗ്യാസിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്യാസ് ഓൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് പനിക്കൂർക്കയാണ്. പനിക്കൂർക്ക വെള്ളപ്പൊക്കം കാരണം കൊണ്ട് പനിക്കൂർക്കയൊക്കെ പോയി, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ്. ഇത് മസ്റ്റാണ് കേട്ടോ. പിന്നെ തുളസിയും കൂടെ ചേർത്ത് കൊടുക്കാം. തുളസിയൊക്കെ നമ്മുടെ വെള്ളപ്പൊക്കം കാരണം മുഴുവൻ പോയിരുന്നു. അപ്പോൾ ഇത്രയും സംഗതി ഇട്ട് കഴിഞ്ഞ് നമ്മളതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് അല്പം തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കുന്നവർ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ തേയില ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തു. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ അതുപോലെ ചക്കര ചേർത്താലും നന്നായിരിക്കും. അപ്പോൾ താണ്ടെ തിളച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുക്ക് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ കുടിക്കാവുന്നതാണ്. ശരിക്കും പനിയുടെ അസ്വസ്ഥതയും, പനി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും കഫക്കെട്ടും ഒരു ശ്വാസം മുട്ടലും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ല പരിഹാരമാണ് കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.